ശ്രീ ഹാഷിം അരിയിൽ നേരത്തെ തന്നെ പറഞ്ഞു ഈ സ്പോൺസറെ കണ്ടെത്തുന്നതിൽ ഒരു സുതാര്യതയും ഉണ്ടായിട്ടില്ല എന്ന്. അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറയുന്ന ആൻഡോ ആഗസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സുതാര്യതയും ഉണ്ടായിട്ടില്ല. 210 കോടി രൂപ ആകെ ചെലവാണെന്ന് പറയുന്നു. ആകെ വരുമാനം പ്രതീക്ഷിക്കുന്നത് മാക്സിമം 82 കോടി, അതായത് 128 കോടിയുടെ ഒരു വിടവ് അവിടെ കാണുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡോ അഗസ്റ്റിൻ ഇങ്ങനെ ചാടിപ്പുറപ്പെടുമ്പോൾ ചില ലക്ഷ്യങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിദേശത്തേക്ക് ഡോളർ കടത്താനുള്ള ഒരു നീക്കം, ഒരു തിരക്കഥ ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുകയാണ്. മാത്രമല്ല കള്ളപ്പണ ഇടപാടും വിദേശ വിനിമയത്തിനായി തെരഞ്ഞെടുത്ത കമ്പനിയെക്കുറിച്ച് പോലും വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. കരിമ്പട്ടികയിൽപ്പെടുത്തിയ അന്താരാഷ്ട്ര സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആ ക്രമക്കേട് നടന്നൊരു കമ്പനി ടൂർ പ്രോ എൻ്റർ എന്ന് പറയുന്ന ആ കമ്പനി വഴിയാണ് ഈ വിദേശ വിനിമയത്തിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൽ വളരെ കൃത്യമായി ക്രമക്കേടുകൾ, കൃത്രിമങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നില്ലേ? കായിക വകുപ്പ് മന്ത്രിക്ക് അറിയാമായിരുന്നില്ലേ? അതോ ഇവരൊക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു കറക്ക് കമ്പനി രൂപീകരിച്ച് ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കമാണോ യഥാർത്ഥത്തിൽ നടന്നത്? ഈ ഒരു കാര്യത്തിന് കേന്ദ്ര കായിക ധനമന്ത്രാലയങ്ങളുടെ അനുമതി വാങ്ങിയിട്ടാണ് മുൻ ഗവൺമെന്റ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അനുമതി വാങ്ങാതെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വാക്കുകൊണ്ട് എന്ത് വേണമെങ്കിലും മെനഞ്ഞുണ്ടാക്കാം, ചമൽക്കാരങ്ങൾ ചമക്കാം. തെറ്റാണ്. അത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്, ഒരു വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്. ശ്യാം, അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് പോകാം. ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ, അതൊന്ന് ക്ലാരിഫൈ അനുവദനീയമാണോ? സത്യം മാത്രമേ വളച്ചിട്ടിട്ട് അദ്ദേഹം ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. പറഞ്ഞോളൂ ശ്യാം, പറഞ്ഞോളൂ. ശ്യാം ചോദിച്ചോളൂ. നീലിമ ഒറ്റ ചോദ്യം. എന്തിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ കിട്ടിയിട്ടുള്ളത്? എന്തിനുള്ള അനുമതി? ആശയം മറുപടി പറയൂ. എന്തിനുള്ള അനുമതിയാണ് കിട്ടിയിട്ടുള്ളത്? വിദേശ വിനിമയത്തിന്, സാമ്പത്തിക വിനിമയത്തിന്, വിദേശ വിനിമയത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനവകുപ്പിന്റെ അനുമതി വേണം. നിങ്ങൾ പറയുന്ന ഈ ഡോളർ കടത്താണെങ്കിൽ ആ കടത്തിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന് ഫണ്ട് കടത്താനുള്ള അനുമതിയൊന്നും കൊടുക്കാൻ പറ്റില്ല. ജനങ്ങളെ വിഡ്ഢികളാക്കി അവർക്ക് അത് ഇതും പറഞ്ഞിട്ട് സംസ്ഥാന ഗവൺമെന്റിന് അങ്ങനെ ഒരു അവകാശമുണ്ടോ? കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവർ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് പറ്റിയവര് ഏത് പക്ഷത്തായിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ രണ്ടാമത്, ശ്രീ ഹാഷിം അരിയിൽ ഈ റിപ്പോർട്ട് എൻ പ്രശാന്തിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മത്സരത്തിനുള്ള അനുമതി തേടുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായും രേഖകൾ സഹിതം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഫിഫയുടെ അനുമതി, AFFന്റെ അനുമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഷെഡ്യൂൾ മാത്രം കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനുമതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഹാഷിം അരിയിൽ, നിങ്ങൾ അങ്ങനെ ചെറുതാക്കി കാണരുതേ. കേന്ദ്ര ഗവൺമെന്റ് എന്നെല്ലാം പറയുന്നത് നല്ല സംവിധാനം, അന്വേഷണ സംവിധാനവും എല്ലാം അറിയാനുള്ള സംവിധാനമുള്ള ഗവൺമെന്റാണ്. പിന്നെ അത് ന്യായം കാര്യങ്ങൾ എങ്ങനെ എടുക്കുമെന്നറിയില്ല. നിങ്ങൾ അത്ര കൊച്ചാക്കി കാണില്ല. സെൻട്രൽ ഗവൺമെന്റിന് എന്താ ഒരു കുട്ടിക്കളിയാണോ? ആർക്കും പോയിട്ട് തെറ്റിദ്ധരിപ്പിക്കാവുന്നതാണോ? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ഒരു ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റായി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗവൺമെന്റിനെതിരെ വല്ലതും ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുമ്പോഴേക്കും അങ്ങ് വീണുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഗവൺമെന്റ് അവിടെ ഉള്ളത്? അങ്ങനെ പോകുന്ന ഒരു ഗവൺമെന്റ് ആണെങ്കിൽ അതിന് വലിച്ചു താഴെ ഇടണമെന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡോളർ കടത്തിലും അതാണ് ഹാഷിം അരിയിലിന്റെ താല്പര്യം. ഈ പ്രശ്നം വന്നപ്പോഴും കേന്ദ്ര സർക്കാർ ഒന്ന് വീണ് കിട്ടാൽ മതി എന്ന് കാത്തിരിക്കുന്ന, ആശയോടെ കാത്തിരിക്കുന്ന ഹാഷിം അരി, 2 ഡസനിലധികം ജില്ലകളും സംസ്ഥാനങ്ങളും അതിന് അത്രയും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന ഭരണ പ്രദേശങ്ങളുമുള്ള ഒരു വലിയ രാഷ്ട്രത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഫണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതറിയാൻ ധനവകുപ്പിന് കഴിയില്ലെങ്കിൽ നടപടിയെടുക്കണമെന്നേ.
അതെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇവിടെ പുകമറ സൃഷ്ടിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതില് സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റിനെ ഏതെങ്കിലും വിധത്തിൽ കൊച്ചാക്കാൻ കിട്ടുമോ എന്ന് UDF നോക്കും. അതിന്റെ കൂട്ടത്തിൽ അതിനൊപ്പം നിങ്ങൾ നിൽക്കും. നിങ്ങൾ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ കീഴിലുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലേക്ക് അന്യരാഷ്ട്രത്തിൽ നിന്നാണ് ഒരു കായിക സംവിധാനത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നത് ഇവിടുത്തെ സംസ്ഥാനം അറിയാതെ, ഇവിടുത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി, ഇവിടുത്തെ കേന്ദ്രം അറിയാതെ, വിദേശകാര്യ വകുപ്പ് അറിയാതെ കൊണ്ടുവരാൻ സാധ്യമല്ല. ഇവിടുത്തെ കായിക വകുപ്പ് അറിയാതെ സാധ്യമല്ല. കാരണം ഇവിടെ ഭരിക്കുന്ന ഒരു വലിയ ഫെഡറൽ സംവിധാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ കീഴിൽ വെച്ച് ഇത്തരം ഒരു കാര്യം നടന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് രാജ്യത്തിന്. സംസ്ഥാനത്ത് അത് ഉണ്ടായി എന്ന് പറയുന്നത്. രണ്ടാമത് കായിക വകുപ്പ് ഇവിടെ നിഷ്ക്രിയമായിരുന്നു എന്ന് പറഞ്ഞു. കായിക വകുപ്പ് നിഷ്ക്രിയമായിരുന്നെങ്കിൽ പിണറായി രാജിവെച്ചിട്ട് കുറെ കാലം പിണറായിന്റെ മന്ത്രിസഭ കാലം അവസാനിച്ചിട്ട് കുറെ കാലം ഒന്നും ആയിട്ടില്ലല്ലോ. കോമൺവെൽത്ത് നോക്കുക, അവിടെ ശ്യാംരാജ് ഉന്നയിച്ച ചോദ്യത്തിന്റെ ഒരു ബാക്കിയാണ് ഞാൻ ശ്യാംരാജ് ഉന്നയിച്ച ചോദ്യത്തിന്റെ ബാക്കി ഒന്ന് അങ്ങയോട് ചോദിച്ചോട്ടെ. ഈ ലയണൽ മെസ്സിയോ അർജന്റീന ടീമോ കേരളത്തിലെത്തുമെന്ന ഔദ്യോഗിക കരാർ കേന്ദ്ര സർക്കാരിനോ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോ നൽകിയിരുന്നില്ല. ഇതെങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അറിയുന്നത്? കേന്ദ്ര സർക്കാരിനെ അടക്കം പറ്റിച്ചുകൊണ്ട്, അവരെ കബളിപ്പിച്ചുകൊണ്ട് ചില അനധികൃത പണമിടപാടുകൾ നടത്താനായിരുന്നു യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യമിട്ടത് എന്നതല്ലേ വരുന്നത്? ശ്രീ ശ്യാംരാജ്, അല്ല നിങ്ങൾ ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ മറുപടി പറയാലോ. അതായത് മെസ്സിയോ അർജന്റീന ടീമോ കേരളത്തിലെത്തുമെന്ന ഔദ്യോഗിക കരാർ കേന്ദ്ര സർക്കാരിനോ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോ കൈമാറിയിരുന്നില്ല എന്നാണ് N. പ്രശാന്ത് IAS റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഇടപാട് കേരളത്തിൽ നടക്കുക? അതാണ് കബളിപ്പിക്കാൻ നോക്കിയെന്ന് പറയുന്നത്. അല്ല, അത് മറുപടി പറഞ്ഞിട്ട് അതാണ് കബളിപ്പിക്കാൻ നോക്കിയെന്ന് പറയുന്നത്. ശ്രീ ഹാഷിം അരിയിൽ അങ്ങ് മറുപടി പറയൂ. എന്നിട്ട് ശ്യാംരാജ് അതിൽ ഞാൻ പറയാം. ഇതാണ് പ്രശ്നം. ഇദ്ദേഹം പറഞ്ഞാണ് പ്രശ്നം. കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല. അതായത് ഒരു കൺഫർമേഷൻ ലെറ്റർ, നീലിമ കേൾക്കുന്നുണ്ടല്ലോ, ഒരു കൺഫർമേഷൻ ലെറ്റർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരള സർക്കാരിനോ അല്ലെങ്കിൽ ഇവർക്കോ കിട്ടിയിട്ടില്ല. ഒരു കൺഫർമേഷൻ ലെറ്റർ AFAയിൽ നിന്ന് കിട്ടാതെ മലയാളികളെ കബളിപ്പിക്കുകയായിരുന്നു. അത് തന്നെയാണ് പ്രശ്നം. വിദ്യാർത്ഥി ഇത്രയും പറഞ്ഞിട്ട് കാര്യം മനസ്സിലാവുന്ന ശ്രീ ഹാഷിം പ്രശ്നം എന്നറിയോ? അതായത് നിങ്ങളും ഉൾപ്പെടെയുള്ള മലയാളികളെ ഇവിടെ മെസ്സി വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പറ്റിക്കുകയായിരുന്നു. AFAയുടെ ഏതെങ്കിലും അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള കൺഫർമേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല സംസ്ഥാന സർക്കാരിന്. അതല്ലെങ്കിൽ ഈ പറയുന്ന RBCക്ക്, അവർക്ക് RCBക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളടക്കമുള്ള മലയാളികളെ മുഴുവൻ ഒരു കൺഫർമേഷൻ ലെറ്റർ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെസ്സി അടക്കമുള്ള ആളുകൾ വരുമെന്ന് പറഞ്ഞു കബളിപ്പിച്ചു. നിങ്ങളിപ്പോ ചോദിച്ചില്ലേ? പിന്നെ എങ്ങനെയാണെന്ന്? അതാണ് പ്രശ്നം. നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു. അതല്ലാതെ അർജന്റീന ഫുട്ബോൾ ടീം വരുമെന്ന് ഇവിടെ ഫിഫ അറിഞ്ഞിട്ടില്ല. ഇന്ത്യൻ പറയട്ടെ, അറിഞ്ഞിട്ടില്ല. ഇതാണ് പ്രശ്നം. അതായത് ഇവര് കേരളത്തിൽ പ്രസ് മീറ്റ് നടത്തി വലിയൊരു ബോംബ് പൊട്ടിച്ച് മലയാളികളെ പറ്റിച്ചു എന്നല്ല, അല്ലാതെ ഇത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ആയിട്ടോ ഫിഫ ആയിട്ടോ ഏതെങ്കിലും രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ല? അല്ലാതെ ഇവിടുന്ന് പിന്നെ അബ്ദുറഹ്മാൻ സ്പെയിനിൽ പോകണമെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് കാര്യത്തിന് സ്പെയിനിൽ പോകണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കും. പറയട്ടെ അബ്ദുറഹ്മാൻ സ്പെയിനിൽ പോയില്ലേ? അത് അല്ല, കേരളത്തിന്റെ സ്പോർട്സ് മിനിസ്റ്റർക്ക് സ്പോർട്സ് റിലേറ്റഡ് കാര്യത്തിന് സ്പെയിനിൽ പോകണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അനുമതിയൊക്കെ കൊടുക്കും. അതിനല്ലാതെ അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ, അത് ശരി, ഇവിടെ 100 കണക്കിന് കോടികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കൊള്ളയടിച്ചു. അപ്പോഴാണ് ഈ പറഞ്ഞ 130 കോടിയുടെ കാര്യം പറയുന്നത്. ഈ അബ്ദുറഹ്മാൻ പോയിട്ടുള്ളത് കേരളത്തിന്റെ സ്പോർട്സ് വകുപ്പ് മന്ത്രിക്ക് ഈ കാര്യം പറഞ്ഞിട്ട് സ്പോർട്സ് റിലേറ്റഡ് കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു രാജ്യത്തും പോകാൻ പറ്റും. അതിന് പെർമിഷൻ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്. അതായത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അറിയിക്കാതെ, ഫിഫയെ അറിയിക്കാതെ, ഈ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതെ ഇവിടെ മെസ്സി നിങ്ങളിപ്പോ ചോദിച്ചില്ലേ? അതായത് ഈ പണമിടപാടിന്റെ ഒരു കരാറുമില്ലാതെ കളിപ്പിച്ചു എന്ന് മാത്രമല്ല, ഫെഡറൽ സംവിധാനത്തിലുള്ള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റിന് അത് സാധ്യമല്ല.
എന്നാ പറയേ, അല്ലല്ല പറയ്, നിങ്ങൾ പറയേ. ശരി, ഫെഡറൽ സംവിധാനത്തിൽ പറയ്. ശരി പറയ്, ഫെഡറൽ സംവിധാനത്തിൽ പറയ്. അതായത് സ്റ്റേറ്റിൽ കേന്ദ്ര പിന്നെ കായിക വകുപ്പിന്റെയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിന്റെയും ഒക്കെ അനുമതിയില്ലാതെ അത്തരമൊരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുന്നു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ ഇന്ത്യയുടെ കെട്ടുറപ്പ് ഭദ്രമല്ലെന്ന് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ ഒരു അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അറിയാതെ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. സംസ്ഥാന ധനകാര്യ വകുപ്പ് പറഞ്ഞു എന്നതിന് സംശയമാണ്. വെറുതെ ഒരു കൊള്ള നടത്തിയിട്ട് ആ കൊള്ളയെ ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കരുത്. ഫെഡറലിസം എന്ന് പറഞ്ഞിട്ട് കൊള്ളയെ ന്യായീകരിക്കരുത്. എന്തറിഞ്ഞിട്ടും നിങ്ങൾ പറയും, എന്താണ് ചെയ്തത്, എന്ത് പെർമിഷനാണ് കിട്ടിയത്? ഒറ്റ കാര്യം, എന്റെ ചോദ്യം നേരിട്ടാണ്. ഇവര് കള്ളക്കടത്ത് കൊണ്ടുപോയതല്ലോ, പൊതുമേഖലാ ബാങ്ക് വഴിയാണ് അയച്ചിരിക്കുന്നത്. ആവർത്തിക്കൂ, പറയൂ, നിങ്ങൾ പറയൂ. കള്ളക്കടത്ത് നടത്തിയതാ? അയച്ചു എന്നതിന്റെ തെളിവൊന്ന് പറയാമോ? അയച്ചു എന്ന് ഈ പണം അയച്ചു എന്ന് പറയുന്നത് ആന്റോ അഗസ്റ്റിൻ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും അവർക്ക് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ താങ്കൾ ഈ പണം എങ്ങനെ അയച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? അതേ പറയാം ശ്രീ ഹാഷിം, അതാണ് പ്രശ്നം. നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? അവരയച്ചു എന്ന് നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലേ? ബോധ്യപ്പെടുത്തിയത് നമ്മളെയല്ല. അല്ല, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് AFAക്ക് ഇത് സർക്കാരിന്റെ പേരിലുള്ള പണമാണ്. ഞാൻ നിങ്ങളും അറിയണം. അങ്ങനെ തോന്നിയ പോലെ അയക്കാൻ വേണ്ടി പറ്റുമോ?